സ്റ്റുഡൻ്റായ എനിക്ക് ഗാർഡനെ നോക്കാൻ ടൈം കിട്ടുന്നത് എങ്ങനെയെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട്. മറ്റ് പ്ലാന്റ്സിനെക്കാട്ടിയും റോസിനെന്ന് പറയുന്നത് കുറച്ച് കരുതൽ കൂടുതൽ വേണം. ശരിക്കും പറഞ്ഞാൽ ഒന്ന് കണ്ണ് തെറ്റിയാൽ പെട്ടെന്ന് തന്നെ ഒരു അസുഖം വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിൻ്റെ അറ്റാക്ക് കൊണ്ടുപോകുന്ന ഒരു ചെടിയാണ് ഈ റോസ് എന്ന് പറയുന്നത്. ഈ പൂക്കൾ പിടിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ചാനലിലേക്ക് വരാം, സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. ഇത് കണ്ടില്ലേ, ഈ റോസ് എന്ന് പറയുന്നത് മരിക്കാറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. താഴെ നിന്ന് ഒരു കുരുപ്പ് വന്നാൽ മാത്രമേ ഇത് രക്ഷപ്പെടത്തുള്ളൂ. കാരണം ഇത് നാടൻ റോസ് ആയതുകൊണ്ട് താഴെ നിന്ന് കുരുപ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ ബഡ് റോസ് ആണെങ്കിൽ പിന്നെ ബഡ് പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയി നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. മുമ്പൊക്കെ ഒരു റോസ് നഷ്ടപ്പെട്ടാൽ നമുക്ക് മേടിക്കാമല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല വില ആയതുകൊണ്ട് ഇപ്പോൾ 150-200 രൂപയ്ക്കൊക്കെ ഒരു റോസ് മേടിച്ചിട്ട് നശിച്ചു പോയിട്ട് വീണ്ടും മേടിക്കാനുള്ള ഒരു അവസ്ഥ നമുക്കില്ലല്ലോ. ഈ റോസിന് പറ്റിയത് ഒന്നുകിൽ വെള്ളം കൂടിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത വളം കൂടിപ്പോയി, അല്ലെങ്കിൽ മണ്ണിൻ്റെ pH ലെവൽ കൂടുതലോ കുറയോ ആണ്, അല്ലെങ്കിൽ ഇൻസെക്റ്റിൻ്റെയോ ഫംഗസിൻ്റെയോ അറ്റാക്ക് കൂടുതൽ കാരണം ഉണ്ടാകുന്നതാണ് ഈ ഡൈയിങ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ആ മണ്ണങ്ങ് മാറ്റി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇത് വളരത്തേയില്ല. കാരണം ഫംഗസ് എന്ന് പറയുന്നത് മണ്ണിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അതിൽ തന്നെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? റീപോട്ട് ചെയ്യണം. അതിന് നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ പിഴുതെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ പിഴുതെടുത്തുകൊണ്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സേഫായിട്ട് പോട്ടിൽ നിന്ന് ഈ ചെടിയെ പിഴുതെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. മാത്രമല്ല, പിഴുതെടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഫംഗിസൈഡിൽ മുക്കി വയ്ക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാഫാണ്, അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയായാലും കുഴപ്പമില്ല. അതുമല്ല എങ്കിലും വേപ്പിൻ പിണ്ണാക്ക് കിട്ടും, അതായത് നീം കേക്ക് എന്നൊക്കെ പറയും. പോട്ട് ചെയ്തതിന് ശേഷം മണ്ണിലിടുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് മുക്കി വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ മണ്ണിലുള്ള എന്തെങ്കിലും ബാക്ടീരിയയോ ഫംഗസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും പോട്ടിൽ നിന്ന് ഈ ചെടി ഊരിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സാഫ് എടുക്കുന്നുണ്ട്. സാഫ് എന്തായാലും ഒരു ഫംഗിസൈഡാണ്, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു 100 ഗ്രാമിനൊക്കെ 40 രൂപയ്ക്കൊക്കെ ചെറിയ കവറിലൊക്കെ കിട്ടും. അത് യൂസ് ചെയ്ത് നോക്കാം. കൂടുതലും സാഫ് യൂസ് ചെയ്യുന്നത് അഡീനിയത്തിനും ഓർക്കിഡിനൊക്കെയാണ് കേട്ടോ. അപ്പോൾ റോസിനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ മണ്ണെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെയുള്ള റോസുകളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റോസ് നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. മാത്രമല്ല, ആഫ്റ്റർ കെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്തു വയ്ക്കും, പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ ചെയ്യരുത്. ഇത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും സാഫിൽ മുക്കി വെച്ചിരുന്ന റോസിനെ പോട്ട് ചെയ്യുകയാണ്. മണ്ണിൽ നല്ല ഉറപ്പിച്ച് നടണം കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഈ പയ്യെ ഇങ്ങനെ കാണിക്കുന്നത്. നല്ല ഉറപ്പിച്ച് നട്ട് വയ്ക്കുക. ഈ കാറ്റ് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അനക്കം വന്നാലോ റോസ് അനങ്ങാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഒരു റീപോട്ടിങ് കഴിഞ്ഞതിന് ശേഷം റൂട്ടിന് സൺലൈറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ചെടി നശിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്ത്, അതായത് ഒരുപാട് വെയിൽ കിട്ടാത്ത പ്രകാശം കിട്ടുന്ന ഒരിടത്തേക്ക് നമുക്ക് റോസിനെ മാറ്റി വയ്ക്കാം. പലരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. പലപ്പോഴും സക്സസ് ആവാതെ പോയിട്ടുണ്ടായിരിക്കും. പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും, ഞാനിത് ചെയ്തിട്ടുണ്ട്, എനിക്ക് വർക്കായില്ല. അതങ്ങനെയാണ്, പലർക്കും വർക്കാവത്തില്ല, പലർക്കും വർക്കാവും. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് നല്ല സാഫ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 ദിവസം വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതുപോലെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുള്ള റോസുകളാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള റോസുകളാണ്. ഇതിനി കാണിക്കുന്ന റോസും നല്ല രീതിയിൽ ഡൈബാക്ക് ഡിസീസ് വന്ന റോസാണ്. പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ടായിരുന്ന റോസാണ് കേട്ടോ. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് വെച്ചാൽ ബ്ലാക്ക് സ്റ്റെമ്മ് വരെയാണെങ്കിൽ 1 ഇഞ്ച് താഴെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കണം. മാത്രമല്ല, അതിലേക്ക് വെള്ളം വീഴാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇടയ്ക്ക് പിടിച്ച പീസ് ആൻഡ് ലവ് റോസിൽ 10-15ഓളം പൂക്കൾ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ വളപ്രയോഗങ്ങളായാലും പരിചരണമായാലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. അതുമായിരിക്കും. സ്റ്റേ ട്യൂൺ. Thank you.